വാർത്തയിലേക്ക് വിശദമായി. പ്രതിപക്ഷ ഉപനേതാവ് പദവി അടഞ്ഞ അധ്യായം എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അഭിപ്രായത്തിനെതിരെ പരസ്യ നിലപാടുമായി സിപിഐ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ല, കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിയ പാരമ്പര്യം ഇടതു പാർട്ടികൾക്കുണ്ട്. സിപിഐ പണ്ടുന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ടെന്നാണ് പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പ്. LDFന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്, യോഗം ചെയ്തു. അത് കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊന്നും മുന്നണി ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. ഇത് സിപിഐ പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയല്ല സിപിഐ. പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇടതുപക്ഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തും. ഈ വിഷയത്തിൽ ഉൾപ്പെടെ സിപിഐ നിലപാടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സമയങ്ങളിൽ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനോ നേതൃത്വം എടുക്കാനോ മുന്നിട്ട് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പരാജയത്തിൽ നിലപാടിൽ മാറ്റം വേണമെന്നാണ് സിപിഐ ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഉപനേതൃസ്ഥാനം സിപിഐ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. ആർ കിരൺ ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, സിപിഐ ഈ അവകാശവാദം പരസ്യമായി ഉന്നയിച്ചതാണ്. അവർക്ക് പിന്നോട്ട് പോവുക സാധ്യമല്ല. ഇതുവരെ ഒരു മാസം പിന്നിട്ടിട്ടും മുന്നണി യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യം LDFനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കൂടുതൽ ചർച്ചയാകുന്നത്. ഏത് സാഹചര്യത്തിലേക്ക് മുന്നണിയെ ഇപ്പോഴത്തെ ഈ വാഗ്വാദങ്ങൾ നയിക്കുന്നു എന്നാണ് കരുതേണ്ടത്? രേണുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ ഈ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPI തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പക്ഷേ ആ തർക്കത്തിന് കാര്യമായ ഏതെങ്കിലും ഒരു ശബ്ദം ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് ഇതിനെ CPIയെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ പ്രസ്താവന CPIയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിൽ, അവഗണിക്കുന്ന രീതിയിലായിരുന്നു. പരസ്യ പ്രതികരണവുമായി CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ ആണ് രംഗത്ത് വന്നത്. പി സുനീർ ഒരു പടി കൂടി കടത്തിയാണ് പിണറായി വിജയനെ ആക്രമിക്കുന്നത്. CPI പറഞ്ഞതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഈ മട്ടിൽ പരാജയം ഉണ്ടാകുമായിരുന്നില്ല. PMC അടക്കം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ളത് CPMനാണ്. പിന്നെയും നിങ്ങൾ വാശി പിടിക്കരുത് എന്നുള്ള പരസ്യമായ ഒരു നിലപാട് കൂടിയാണ്. ഇനിയിപ്പോൾ CPIക്ക് ഈ നിലപാടിൽ നിന്ന് കാര്യമായി പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. ഇരു പാർട്ടികളും തമ്മിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇതുവരെയും നിയമസഭയിൽ സമ്മേളനം കഴിഞ്ഞെങ്കിലും നിയമസഭാ സമ്മേളനത്തിനിടയിൽ ഒരിക്കൽ പോലും നിയമസഭാ കക്ഷി യോഗം, ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. നിയമസഭയിൽ അംഗസംഖ്യ വളരെ കുറവാണ്. ആ ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഭരണപക്ഷത്തിനെതിരെ പ്രതിരോധിക്കാൻ കഴിയൂ. പക്ഷേ അത്തരമൊരു യോഗം ചേർന്ന് കൂട്ടായ പ്ലാനിങ്ങിലൂടെ നിയമസഭയിലേക്ക് പോകാൻ CPMനും CPIക്കും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ ആ പ്രശ്നം ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള വിഷയമാണ്. CPI ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു. ഉപനേതൃ പദവി എന്ന് പറയുന്നത് നിയമസഭാ ചട്ടങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു പദവിയില്ല. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അത്തരമൊരു രീതി രണ്ട് പക്ഷവും LDF ആയാലും UDF ആയാലും പ്രതിപക്ഷത്ത് വരുമ്പോൾ സ്വീകരിക്കാറുണ്ട്. VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണനും, ഉമ്മൻചാണ്ടി വരുമ്പോൾ MK മുനീറും ഒക്കെ പ്രതിപക്ഷ ഉപനേതൃ പദവിയുണ്ട്. നിയമസഭയിൽ ഒരു മുറിയുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ ഉപനേതാവിനെ വിളിക്കുക എന്നൊരു കീഴ്വഴക്കം എന്തായാലും കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നിയമസഭയിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ശക്തമായ വാദം ഉന്നയിക്കുന്നത് CPI. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM നിൽക്കുന്നത്. KN ബാലഗോപാലിനെ ഉപനേതാവാക്കുക എന്നുള്ളതാണ് CPMന്റെ ആലോചന. പക്ഷേ അതും CPMന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. CPI പക്ഷേ ഇനി ആ വാദത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് പി സുനീറിന്റെ പരസ്യ പ്രതികരണവും അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും എല്ലാം വ്യക്തമാക്കുന്നത്. CPI ഒരു തർക്കത്തിലേക്ക് കൂടിയാണ് ഈ വിഷയം വീണ്ടും നീങ്ങുന്നത്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.